ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനിവിടെ എൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് അനുഭവങ്ങൾ സാക്ഷ്യമായിട്ട് പറയാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. പ്രധാനമായിട്ടും എൻ്റെ പേര് ഐബിൻ. ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്. രാവിലെ 4 മണിക്കാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്. ഇവിടെ 10 മണിയായപ്പോൾ എത്തി. ഇപ്പോൾ 27 വർഷമായിട്ട് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. ഒരു വീട് മേടിക്കാൻ സാധിച്ചിട്ടുണ്ട്. മമ്മി 2011 മുതൽ ഇവിടെ ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനത്തിന് വരുന്നുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് 10ാം ക്ലാസ് പഠിക്കുമ്പോഴും 12നും ഡിഗ്രിക്കും ഒക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് മാത്രമേ ഞാൻ ഇവിടെ വന്നിട്ടുള്ളൂ. എനിക്ക് വിശ്വാസമൊക്കെ ചെറിയ കുറവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 2019 ഒക്കെ ആയപ്പോൾ അതുവരെ ഉടമ്പടിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കോവിഡിൻ്റെയൊക്കെ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതൊക്കെ മുടങ്ങിപ്പോയി. പിന്നെ ഒരു മരണം ഉണ്ടായി കുടുംബത്തിൽ, ഡിസ്റ്റൻ്റ് റിലേറ്റീവ്. അപ്പോൾ ആ സമയത്ത് അതൊക്കെ ഉടമ്പടിയൊക്കെ മുടങ്ങിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് ഓൺലൈനായിട്ടായിരുന്നു ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഉടമ്പടി എടുത്ത ശേഷം ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടാൻ തുടങ്ങി. ഓൺലൈൻ ഉടമ്പടി ഒരു 6-7 പ്രാവശ്യത്തോളം റിന്യൂ ചെയ്ത് ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ 3ാമത്തെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് റിന്യൂ ചെയ്തത് മുതൽ ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ചെറിയ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചാണ് വന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങളെ കരകയറ്റി എനിക്ക് നല്ലൊരു ജോലി തന്നു. നല്ലൊരു കമ്പനിയിൽ നല്ലൊരു സാലറി പാക്കേജിൽ ജോലി തന്നു. എന്നെ ദൈവം രക്ഷിച്ചു. ആ സമയത്തൊന്നും എനിക്ക് ഒരു വിശ്വാസമില്ലായിരുന്നു. ദൈവം എന്നെ കരുതും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാനിപ്പം കോയമ്പത്തൂരാണ് ജോലി ചെയ്യുന്നത്. കോയമ്പത്തൂർ വന്ന ശേഷം എനിക്ക് ആ സമയത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ജീവിതത്തിൽ. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് എനിക്ക് ദുശീലം, സിഗരറ്റ് വലിക്കുമായിരുന്നു. അപ്പോൾ ഒരു 5-6 വർഷത്തോളം സിഗരറ്റ് വലിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് നിർത്താൻ പറ്റാതെയായി. ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു എനിക്കിത് നിർത്തണം. പിന്നെ എൻ്റെ കൂടത്തിലുള്ളവരൊക്കെ നിർത്തുന്നു, ഞാൻ മാത്രം ചിലപ്പം കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധ്യതയുണ്ട്, കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും അതും മമ്മി ഇങ്ങനെ വലിയതായിട്ടൊന്നും റിയാക്ട് ചെയ്തില്ല. ഞാൻ പ്രതീക്ഷിച്ച റിയാക്ഷൻ അല്ലായിരുന്നു. അപ്പോൾ അന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും ഈ റിന്യൂ ചെയ്യുന്നതിൻ്റെ കൂടത്തിൽ ഇതും ചേർത്ത് മമ്മി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ രാവിലത്തെ അച്ഛൻ്റെ അഭിഷേക പ്രാർത്ഥനയും വൈകിട്ടത്തെ പ്രാർത്ഥനയും എല്ലാം യൂട്യൂബിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ഈ കഴിഞ്ഞ സെപ്റ്റംബർ 30 ഞാൻ അവസാനമായിട്ട് ഒരു സിഗരറ്റ് വലിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അടുത്ത മാസം തുടങ്ങി 1-ാം തീയതി ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ സിഗരറ്റ് വലിക്കുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഞാനിങ്ങനെ സ്റ്റാച്യു മാതിരി, അത് അനങ്ങാതെ ജീവനില്ലാതെ നിൽക്കുന്ന പോലെ നിൽക്കുന്നു. പിന്നെ കയ്യിൽ സിഗരറ്റ് പിടിച്ചിട്ടുണ്ട്. എൻ്റെ ചുറ്റും മൊത്തം പുക, അതിങ്ങനെ ഫുള്ളായിട്ട് ഞാനിങ്ങനെ അതിൽ റാപ്പായിട്ട് നിൽക്കുന്നു. പിന്നെ ഓപ്പോസിറ്റ് ഞാൻ തന്നെ നിന്നിട്ട് ഞാൻ എന്നെ തന്നെ കാണുവാണ്. എൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നുണ്ട്, പക്ഷേ ഷാഡോ പോലെ നിൽക്കുന്നത്, ക്ലിയർ അല്ല. അപ്പോൾ ഞാൻ എന്നെ തന്നെ കണ്ടിട്ട് ഇത് ശരിയല്ല, നിർത്തണം എന്നുള്ള ഇതായി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ 1-ാം തീയതി രാവിലെ മുതൽ എനിക്ക് പനിയായിരുന്നു. 4 ദിവസം എനിക്ക് പനി. 1-ാം തീയതി മുതൽ 4-ാം തീയതി വരെ ഞാൻ പനിയായിരുന്നു. പിന്നെ ലീവ് ഇല്ലാത്തതുകൊണ്ട് ജോലിക്ക് പോകേണ്ടി വന്നു. പക്ഷേ സാധാരണ ഞാൻ 90-100-ലൊക്കെയാണ് ബൈക്ക് ഓടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അന്ന് ആ 4 ദിവസത്തേന് എനിക്കൊരു 30-ന് മേളിൽ പോകാൻ പറ്റുന്നില്ല. കൈ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുന്നു, ഭയങ്കരമായിട്ട് പനിക്കുന്നു, ചൂട് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം എനിക്ക് സിഗരറ്റ് വലിക്കാനുള്ള ടെംപ്റ്റേഷൻ വന്നിട്ടില്ല. ഞാനത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. അതിന് ശേഷം ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല. പിന്നെ അതിന് ശേഷം ഞാൻ വീട് മേടിച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റിയുടെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിലായതുകൊണ്ട് ഈ പൊങ്കൽ ഹോളിഡേയ്സ് അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറേ നാളത്തേന് അത് കിട്ടാതെ ഈ ബ്ലോക്കായിപ്പോയി, പെൻഡിങ് വെച്ച് ഞങ്ങളുടെ കേസ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും 25-ാം തീയതി ജനുവരി 25-ാം തീയതി ഞങ്ങളുടെ ഹൗസ് വാമിങ്ങും പറഞ്ഞു പോയി എല്ലാവരോടും. അപ്പം കറണ്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ 23-ാം തീയതി ആയിട്ട് ഞങ്ങൾ അതിൻ്റെ പുറകെ ഓടിയിട്ടും അതൊന്നും റെഡിയായില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഇതെന്തായി തീരുന്ന അറിയത്തില്ല. ഇപ്പം എല്ലാവരോടും പറഞ്ഞും പോയി ഇങ്ങനൊരു ഹൗസ് വാമിങ് ആണ്, അപ്പോൾ എല്ലാവരും വരുമ്പോൾ മോശമായി.
എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല, അത് കാര്യമാക്കണ്ട, ഞാനത് പ്രാർത്ഥിച്ചോളാം, അമ്മ മാധവ് അത് റെഡിയാക്കി തരും, അതൊന്നും വിഷയമാണ്, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. 25-ാം തീയതിയാണ് ഹൗസ് വാമിങ്. 24-ാം തീയതി വൈകിട്ട് 5 മണിക്ക് അവിടുത്തെ ക്ലോസിങ് ആണ്. അവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് ക്ലോസ് ചെയ്യും. ആ 5 മണിക്ക് 1 മിനിറ്റ് തൊള്ളപ്പോൾ 4:59 അവൾ എന്നെ വിളിച്ചു. ഇന്നുപോലെ ഞങ്ങളിപ്പോൾ വരും, ചാർജ് ചെയ്യാൻ വരും, റെഡിയായി നിന്നോളാൻ പറഞ്ഞു. അത് അന്നത്തെ ലാസ്റ്റ് കൺസ്യൂമറായിട്ട് ഞങ്ങളെ ആഡ് ചെയ്തത്, ചാർജ് ചെയ്ത് തന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഹൗസ് വാമിങ് നടത്തി. പിന്നെ ഇത് രണ്ടുമാണ് എൻ്റെ സാക്ഷ്യം മീഡിയയിൽ കൊടുക്കും. ആദ്യമായി തന്നെ ഈശോയ്ക്കും മാതാവിനോടും ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. പിന്നെ എൻ്റെ സാക്ഷ്യം ഇനിയും പറയാനുള്ളത്, ഞങ്ങൾക്ക് 27 വർഷമായിട്ട് വാടക വീട്ടിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതുപോലെ മാതാവിൻ്റെ അച്ഛൻ്റെ പ്രസംഗം കൂടുകയും ധ്യാനം കൂടുകയും എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കുകയും ഒക്കെ ചെയ്ത് മാതാവ് ഞങ്ങൾക്ക് ഒരു സ്ഥലം മേടിക്കാനുള്ളൊരു വഴി ഒരുക്കി തന്നു. അങ്ങനെ 2 വീട്ടുകാർ കൂടി അവിടെ സ്ഥലം മേടിച്ചു. സ്ഥലം മേടിച്ച് കഴിഞ്ഞപ്പം ഈ മാണിയോ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെയുണ്ട്. അത് നമ്മൾ പൈസ തിരിച്ചടയ്ക്കേണ്ട 2 ലക്ഷം രൂപ അത് കിട്ടുമെന്ന് പറഞ്ഞാണ് ഞങ്ങളെക്കൊണ്ട് സ്ഥലം മേടിപ്പിച്ചത്. പക്ഷേ അത് നിർത്തലാക്കി. അപ്പം ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, ഞങ്ങളാകെപ്പാടെ പെട്ടുപോയി. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ പിന്നെ അതേപ്പറ്റി ഒന്നും ആലോചിക്കാതെ വീട്ടിൽ വന്ന് വിഷമിച്ചിരുന്നു. ഒരു 2 മാസം 3 മാസം കഴിഞ്ഞ് സ്ഥലത്തിൻ്റെ അവിടം വരെ ചെന്നപ്പം ഞങ്ങളുടെ കൂടെ വാങ്ങിച്ച ആൾ വീട് കെട്ടി വാർത്തിട്ടു. അന്നേരം ഞാൻ അവിടെ നിന്ന് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ഒത്തിരി വിഷമിച്ചു. എൻ്റെ അമ്മ മാതാവേ, ഞങ്ങൾ ഒന്നിച്ച് മേടിച്ചതാണല്ലോ, ഞങ്ങൾക്ക് മാത്രം എന്തേ ഈ സ്ഥലം ഇങ്ങനെ മാത്രം കിടക്കുന്നത്, ഒരു വഴിയും തുറന്നു കിട്ടുന്നില്ലല്ലോ എന്ന്. അത് കഴിഞ്ഞ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, അവിടുന്ന് ഇവിടുന്നുമൊക്കെ പൈസ ഞങ്ങളുടെ ഈ വരാൻ തുടങ്ങി. വീട് കെട്ടാൻ തുടങ്ങി. വീട് പണി തീരാറായപ്പം ആങ്ങള 5 ലക്ഷം രൂപ തന്ന് എന്നെ വീട് പണിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ തന്ന് സഹായിച്ചു. ഞങ്ങൾക്ക് പൈസയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല. അങ്ങനെ വീട് കെട്ടി വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി. അമ്മ മാതാവ് ഈശോയും കൂടെ നടത്തി തന്നു. 25-ാം തീയതി ജനുവരി 25-ാം തീയതി ഹൗസ് വാമിങ് വെച്ചു. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, 2021 എനിക്ക് വലിയൊരു കൊറോണ വന്നു. മരിച്ചു പോകും തന്നെയാണ് ഡോക്ടർമാർ പറഞ്ഞത്. 24 മണിക്കൂർ കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ. ബോധമില്ലാതെ ICU കിടന്നു. ലങ്സ് 48% ചുരുക്കിപ്പോയി. പിന്നെ ബോധം കെട്ട് വീഴും, തരുന്ന ബോധം കെട്ട് വീഴും. അങ്ങനെ എനിക്ക് ബോധം തെളിഞ്ഞപ്പോൾ അവരെനിക്ക് ICU തന്നെയാണ്, പക്ഷേ ഭക്ഷണം തന്നാൽ ഞാൻ കഴിക്കത്തില്ല. അങ്ങനെ എൻ്റെ കാലും കയ്യും അവർ കെട്ടിയിട്ടു. ഭക്ഷണം ബലമായിട്ട് വായിൽ കഞ്ഞി വെള്ളം ഒഴിച്ചു തരുമായിരുന്നു. ഞാൻ അവിടെ കിടന്ന എൻ്റെ അമ്മ മാതാവിനെ വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ കടന്നു വന്നു. എന്നിട്ട് എന്നോട് വന്ന് വിവരങ്ങളൊക്കെ ചോദിച്ചു. എൻ്റെ തലമുടി മാടി ഒതുക്കി. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്ത് കഴിച്ചാൽ എന്ത് തന്നാൽ കഴിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇഡ്ഡലി ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ പറഞ്ഞു, അയ്യോ ഇപ്പം ഇഡ്ഡലിക്ക് ഇവിടെ ബുദ്ധിമുട്ടാണല്ലോ, നോക്കട്ടെ, ഞാൻ വീട്ടിൽ ചെന്ന നാളെ ഇഡ്ഡലി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പക്ഷേ പറഞ്ഞങ്ങ് പോയെങ്കിലും ഞാനതത്ര ഓർത്തില്ല കിട്ടുമെന്ന്. പിറ്റേ ദിവസം രാവിലെ 6 മണിയായപ്പം എനിക്ക് ഇഡ്ഡലിയും ചമ്മന്തിയും കൊണ്ടുവന്ന് ഒരു വാരി എൻ്റെ വായിൽ വെച്ച് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, വയറ് നിറച്ച് കഴിച്ചോണം, എൻ്റെ ഡ്യൂട്ടി ഇവിടുത്തെ കഴിഞ്ഞു, ഇനി ഞാൻ ഇങ്ങോട്ട് വരികയില്ലാന്ന്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവാണ് എൻ്റെ അടുത്ത് വന്നതെന്ന്. എൻ്റെ തലമുടി മാടി ഒതുക്കിയതും മാതാവാണ്, എനിക്ക് ഭക്ഷണം തന്നതും മാതാവാണ്. അതിനുശേഷം എനിക്ക് ഒത്തിരി കുറവായി, എന്നെ വാർഡിലേക്ക് മാറ്റി. അപ്പം 2 കയ്യിൽ സൂചി വച്ചിരിക്കുന്നു, പിന്നെ യൂറിൻ ബാഗ് കിടക്കുന്നു, ഓക്സിജൻ മാസ്ക്, എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ യൂറിൻ ഇൻഫെക്ഷനായി ഭയങ്കര വയറുവേദന. അപ്പം ഞാൻ അവിടെ കിടന്ന് കരയുക. അത് കഴിഞ്ഞ് അടിക്കടി എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുകയും പനിയും വിറയലും ഉണ്ടാവുകയും എല്ലാം ചെയ്തു. അപ്പോഴും അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഈ രോഗം മാറ്റിയാൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. അതിനുശേഷം ഇതുവരെ എനിക്ക് ആ രോഗവും ഇല്ല. പിന്നെ എനിക്ക് ഒരുപാട്
എണ്ണിയാ തീരാത്തത്ര, വിളിച്ചാൽ വിളിപ്പുറത്ത് പോലെയാണ് എനിക്ക് ഓരോ കാര്യങ്ങളും വിളിക്കുമ്പോൾ നടത്തി തരുന്നത്. എൻ്റെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ അമ്മയുടെ അനുഭവം ഉണ്ടാകും. അങ്ങനെ എല്ലാ കാര്യത്തിലും മാതാവ് എൻ്റെ കൂടെയുണ്ട് 100%. അച്ഛൻ്റെ ആരാധന മുടക്കാറില്ല, അച്ഛൻ്റെ പ്രസംഗങ്ങൾ മുടക്കാറില്ല, സാക്ഷ്യങ്ങൾ മുടക്കാറില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത്, എനിക്ക് കാലിന് ഷുഗർ കൂടി, സെൻസേഷൻ പോയി, എനിക്ക് ആരുടെയും ആശ്രയം വേണം പുറത്ത് പോകണമെങ്കിൽ. ഹസ്ബൻഡും മോനും ജോലിക്ക് പോകും, അവനുള്ളപ്പം എനിക്ക് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പള്ളികളിലും അറിയാവുന്നിടത്തൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഡ്രസ്സ് അത്യാവശ്യം കൊടുക്കും. അങ്ങനത്തെ ചെറിയ ചെറിയ കാരണപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ജെറമിയ 29:11 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി, ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. എബിയും അമ്മയും ഇവിടെ തങ്ങൾക്ക് ഉടമ്പടിയിലൂടെ, ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഭവ സാക്ഷ്യമാണ് പങ്കുവയ്ക്കുക. ഓൺലൈൻ ഉടമ്പടിയിൽ എടുത്ത് ഓരോ പ്രാവശ്യവും ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഈ കുടുംബം കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെ വന്ന് ഇന്നിപ്പോഴായി സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ്. എന്തൊക്കെയാണ് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ, സാക്ഷ്യങ്ങൾ, അതുപോലെ കൃപാസന പത്രം കൊടുക്കുന്നത്, കാരുണ്യ പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരെയൊക്കെ കൂടി ഒരു പങ്ക്, തങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ഒരു പങ്ക് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ കൂടി കരുതുന്നത്, ഇതൊക്കെ ഇവർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അമ്മയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞാൽ അമ്മ എൻ്റെ അടുത്ത് വരുമെന്ന് ഈ മകള് ഇവിടെ പറയുകയാണ്. അങ്ങനെ തനിക്ക് രോഗസൗഖ്യ അനുഭവം കോവിഡിൻ്റെയൊക്കെ സമയത്ത് തനിക്ക് എത്രമാത്രം സീരിയസ് ആയിരുന്നുവെന്നും തൻ്റെ അടുത്ത് പരിശുദ്ധ അമ്മ തന്നെയാണ് വന്നതെന്ന് ഈ മകള് ഉറക്കെ പറയുകയാണ്. തനിക്ക് വേണ്ടപ്പെട്ടത് ഭക്ഷണം ഏതാണെന്ന് ചോദിക്കുന്നു. ഇതിനു മുൻപും എത്രയോ അനുഭവ സാക്ഷ്യങ്ങളിൽ അമ്മയോട് എനിക്കിഷ്ടപ്പെട്ട ചൂട് ചോറ് വേണം എന്നൊക്കെ ഓരോ മക്കൾ പറയുമ്പോൾ, അവരുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന അവസരത്തിൽ ഒരു മകൾ പറയുന്നുണ്ട്, ചൂട് ചോറും അച്ചിങ്ങയും എനിക്ക് വേണമെന്ന്. ആ മകൾക്ക് പിന്നീടത് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ ആ മകൾക്ക് കിട്ടുന്നു എന്നാണ് നാം സാക്ഷ്യത്തിലൂടെ കേട്ടത്. അതുകൊണ്ട് ഇതൊന്നും ആകസ്മികമല്ല, അമ്മ എന്തും ചെയ്യും. നാം അമ്മയോട് വിശ്വസ്തരാകണമെന്ന് മാത്രം. ഉടമ്പടിയിൽ വിശ്വസ്തരാകുമ്പോൾ ക്രിസ്തുവിന് കൊടുത്ത വാക്കാണ് നാം പാലിക്കുക. അത് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമാണ്. തൻ്റെ തിരുക്കുമാരനോട് പറയുന്ന വാക്ക്, അത് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള് അത് നിർവഹിക്കാനായിട്ട് അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് അവരതിനു വേണ്ടി സമയവും സാഹചര്യവും കണ്ടെത്തുമ്പോൾ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. അമ്മ ഈശോയുടെ അടുത്ത് പിന്നീട് ആ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അങ്ങനെയാണ് 26 വർഷത്തോളമായി തങ്ങൾക്ക് വീടില്ല, സ്വന്തമായിട്ട് സ്ഥലമില്ല. തങ്ങളോടൊപ്പം സ്ഥലം വാങ്ങിച്ച മറ്റൊരു വ്യക്തി അവിടെ വീട് പണിയുന്നു. തങ്ങൾക്കതിന് സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് അമ്മയോട് പറയുമ്പോൾ പിന്നീട് തങ്ങൾക്ക് കിട്ടിയ പൈസയുടെ സംലഭ്യതയും അതുപോലെ നല്ല ഒരു വീട് തങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പോഴുണ്ട്. അതിൻ്റെ ഇലക്ട്രിസിറ്റി കണക്ഷനൊക്കെ ലഭിക്കുന്നത്, അതിനുള്ള ബുദ്ധിമുട്ട് 2 മാസമായിട്ടും ട്രൈ ചെയ്തിട്ട് കിട്ടാത്തത്. ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസം, അതായത് 5 മണിക്ക് ഇലക്ട്രിസിറ്റി ഓഫീസ് ക്ലോസ് ചെയ്യും. അതിന് 1 മിനിറ്റ് മുമ്പെന്നാണ് ഈ മകൻ ഇവിടെ പറയുക.
അപ്പോൾ തന്നെ അവർ വരുമെന്നും സാങ്ഷനാകുമെന്നും ഒക്കെ പറയുന്നു. അങ്ങനെ തങ്ങളുടെ ഹൗസ് വാമിംഗ് ഒക്കെ ഏറ്റവും നന്നായിട്ട് നടന്നു. അതുപോലെ തനിക്ക് വിശ്വാസമില്ലായിരുന്നു എന്നാണ് എബി പറയുക. 6 വർഷമായിട്ട് താൻ അഡിക്റ്റ് ആയിരുന്നു പുകവലിക്ക്. ആദ്യം അത് വെറുതെ തുടങ്ങിയതാണെങ്കിൽ, ആരും അറിയാതെ തുടങ്ങിയതാണെങ്കിൽ, പിന്നീടത് മാതാപിതാക്കളോട് പറയുന്നുണ്ട്. എന്നാൽ തനിക്ക് അതിൽ നിന്ന് മോചനം കിട്ടാൻ അതിനൊരു സാധ്യതയുമില്ല എന്നൊക്കെ എബി ചിന്തിക്കുമ്പോൾ അതും ഓൺലൈൻ ഉടമ്പടിയിൽ നിയോഗം വയ്ക്കുന്നു. ഈ മകൻ അമ്മയുടെ ഒരു ദർശനമുണ്ടാകുന്നു. പിന്നീട് അതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള വിടുതലാണ് കിട്ടുന്നത്. ഇപ്പോഴങ്ങനെ ഒരു ചിന്ത പോലും തനിക്കില്ല എന്ന് ഈ മകൻ പറയുകയാണ്. അതുപോലെ തൻ്റെ വിശ്വാസവും വർദ്ധിക്കാനിടയായി. അങ്ങനെ ഇന്ന് കുടുംബം ഒന്നിച്ച് അമ്മയും മകനും ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഇന്ന് നമ്മുടെ ഇടയിലേക്ക് അമ്മ ഇറങ്ങി വരുന്നത്. അമ്മ ഓടി നടക്കുകയാണ്. നാം വെയിറ്റ് ചെയ്യാത്ത കുഴപ്പമേ ഉള്ളൂ. നമുക്ക് ക്ഷമ വേണം. നാം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്താൽ അമ്മ ഈശോയുടെ സമയത്തിന് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. നമ്മുടെ സമയമല്ല. എനിക്കിപ്പോൾ ഇത് കിട്ടണം, ഇപ്പോൾ തന്നെ സംഭവിക്കണം. അതിനേക്കാൾ ഉപരി നാം വായിച്ചു കേട്ട തിരുവചനം പോലെ നമ്മെക്കുറിച്ച് ശുഭമായ ഭാവിയും പ്രത്യാശയുമുള്ള ദൈവത്തിൻ്റെ അടുത്ത് നാം നിന്നു കൊടുത്താൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങി വരും. നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവം ഇവർക്ക് നൽകിയ എല്ലാ കൃപകൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.